ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. എലത്തൂരിൽ റെയിൽവേ അടച്ച ഇടവഴികൾ ഭാഗികമായി തുറന്നു. മന്ത്രി AK ശശീന്ദ്രന്റെയും MK രാഘവൻ MPയുടെയും ഇടപെടലിനെ തുടർന്നാണ് വഴികൾ തുറന്നു നൽകിയത്. റെയിൽപാളത്തിന് സമീപം അടച്ച പ്രധാന ഇടവഴികളിൽ 2 റെയിൽവേ തുറന്നു. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടതോടെ പ്രദേശവാസികൾ പ്രത്യക്ഷ സമരത്തിനിറങ്ങുകയും മന്ത്രി AK ശശീന്ദ്രനും MK രാഘവൻ MPയും റെയിൽവേ ഡിവിഷൻ മാനേജരുമായി സംസാരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് നടപടി. അഡീഷണൽ ഡിവിഷണൽ മാനേജരും എഞ്ചിനീയറിംഗ് സംഘവും ആഴ്ചകൾക്ക് മുൻപ് സ്ഥലം സന്ദർശിച്ച് ഡിവിഷണൽ മാനേജർക്ക് ഇത് സംബന്ധിച്ച് അനുകൂല റിപ്പോർട്ട് നൽകിയിരുന്നു. കളക്ടറും നേരത്തെ സ്ഥലം സന്ദർശിച്ച് പ്രദേശവാസികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. നവചേതന ലൈബ്രറിയുടെ സമീപത്തെ ഇടവഴിയും പുതിയ നിരത്തുള്ള വഴിയുമാണ് നിലവിൽ തുറന്നു നൽകിയിട്ടുള്ളത്. ഭിന്നശേഷിക്കാരുൾപ്പെടെ സ്ഥിരമായി സഞ്ചരിക്കുന്ന ഇടവഴികൾ ഇനിയും തുറക്കാനുണ്ട്. റെയിലിന് കിഴക്കുഭാഗത്തെ 6 കുടുംബങ്ങൾക്ക് വീട്ടിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ ഇതുവരെ പുറത്തേക്കെടുക്കാനായിട്ടില്ല. മേഖലയിലെ ഇടവഴിയും തുറക്കണമെന്ന ആവശ്യം ശക്തമാണ്. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് 3 മാസം മുൻപ് എലത്തൂർ മുതൽ പാവങ്ങാട് വരെയുള്ള പ്രദേശങ്ങളിലെ ഇടവഴികൾ റെയിൽവേ ഇരുമ്പ് ദണ്ടുകൊണ്ട് അടച്ചത്. 450ഓളം കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുന്ന യാത്രാ പ്രശ്നമാണിത്. ന്യൂസ് ബ്യൂറോ, എലത്തൂർ. അന്താരാഷ്ട്ര സൗഹൃദ ദിനത്തിന്റെ ഭാഗമായി മലാപ്പറമ്പ് തണലിന്റെ